നമസ്കാരം. നമ്മളിപ്പോ എത്തിപ്പെട്ടിട്ടുള്ളത് തേക്ക് മ്യൂസിയത്തിലാണ്, നിലമ്പൂര്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ പ്രാർത്ഥാണ്, സുഖം. ഫാമിലി ആയിട്ടാണോ പോകുന്നത്? അല്ല, ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് ആയിട്ടാണോ പോകുന്നത്? ഇവരൊക്കെ ഫ്രണ്ട്സാണ്. എന്താ ഇങ്ങനെ ശനിയാഴ്ചക്കായിട്ട്? ഇല്ല, നമ്മള് കല്യാണം ഉണ്ടായിന്, അപ്പൊ അതിന് വന്നാണ്ട് അങ്ങനെ. കല്യാണം എവിടെ ഉണ്ടായിരുന്നു? മങ്കടയാണോ? ഇല്ല, ഇവിടെ നിലമ്പൂർ തന്നെ. നിലമ്പൂർ തന്നെയാണ്. നമ്മള് കേരളം ഒരു നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെ. രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ്? രാഷ്ട്രീയപരമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, കൂടുതലായിട്ടില്ല. ഇതൊന്നുമില്ല. നിലമ്പൂര് മണ്ഡലം. നിലമ്പൂര് മണ്ഡലത്തിൽ ആര് വരുന്നതാണ്? നിലമ്പൂര് ആര്യാടമ്പാപ്പുട്ടി. ആര്യാടമ്പാപ്പുട്ടി വരും. അതൊരു LDF അനുകൂലി ആയതുകൊണ്ട് പറയാം. അല്ല, LDF അല്ല, UDFന്റെ. ഒരു UDF-കാരനാണ് ഞാന്. അതെ. കേരളം ആര് ഭരിക്കും? കേരളം ഒരു UDF എന്ന നിലക്ക് ആ ഒരു ഇതിലല്ലാതെ തന്നെ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് UDF ഭരിക്കുമെന്നുള്ള ഇതിലാണ്. കേരളം UDF ഭരിക്കുന്നതാണ് പറയുന്നത്. കേരളം UDF ഭരിക്കുന്നു പറയാനുള്ള കോൺഫിഡന്റ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഈ 10 വർഷത്തെ ഭരണവിരുദ്ധ തന്നെ, പിന്നെ അതൊക്കെ വോട്ടായിരുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടില്ലല്ലോ. UDF-കാര് കൂടുതൽ ഭരണവിരുദ്ധ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കേരളം UDF ഭരിക്കും. അതെ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് രണ്ടാളും ആകാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. ഒന്നിക്കൊന്ന് മെച്ചം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ പ്രതിപക്ഷ നേതാവാണ് VD സതീശന്. അതിന്റെ മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പൊ രണ്ടാളായാലും ആരായാലും രണ്ട് ക്യാപ്റ്റന്മാരും മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യത മുസ്ലിം ലീഗായിട്ട് എന്ന് പറഞ്ഞാല് പിന്നെ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടാവുമല്ലോ. അവര് 4-5 മന്ത്രിമാർ അതിലുണ്ടാവും. മുസ്ലിം ലീഗിനെ വേണ്ട രീതിയിൽ അംഗീകരിക്കുമല്ലോ. UDF എങ്ങനെയായാലും ഒരു മുഖ്യ ഘടകകക്ഷി തന്നെയാണല്ലോ. ഉണ്ടാവും. ആ മുഖ്യ ഘടകകക്ഷി തന്നെയല്ലേ മുസ്ലിം ലീഗ്. അതെ, കാണുന്നുണ്ടാവും. LDF അല്ല, UDF. അപ്പൊ നല്ല കോൺഫിഡന്റോട് കൂടി UDF അധികാരത്തിൽ വരും. മുഖ്യമന്ത്രി VD സതീശനോ രമേശ് ചെന്നിത്തലയാവും. രണ്ടാളും അതിന് അർഹതപ്പെട്ട ആളുകളാണ് നിങ്ങൾ പറയുന്നത്. താങ്കളെ വിലപ്പെട്ട സമയം ചെലവിട്ടതിന് നന്ദി. നമസ്കാരം.